അസ്സലാമലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേലിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഗ്ലൂട്ടാതയോൺ ഒരു ക്രീമിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്താണ് ഈ ഗ്ലൂട്ടാതയോൺ, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ, ഇൻസ്റ്റന്റ് ആയിട്ട് വെളുക്കണം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ, അത് ഈ കെമിക്കൽസ് എന്താണ്, ഗ്ലൂട്ടാതയോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഗ്ലൂട്ടാതയോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ സ്കിൻ കളർ കൂട്ടാൻ വേണ്ടിയുള്ള പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. ലിവറിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ച്, പണ്ടൊക്കെ ഏജ് കൂടുന്നതിനനുസരിച്ച് ഗ്ലൂട്ടാതയോണിന്റെ പ്രൊഡക്ഷൻ, നമ്മുടെ ബോഡിയിലുള്ള നോർമൽ നാച്ചുറൽ ഗ്ലൂട്ടാതയോണിന്റെ പ്രൊഡക്ഷൻ കുറയും. അത് കുറയുന്നതോടുകൂടി നമുക്ക് പിഗ്മെന്റേഷൻ ഒരുപാട് ഉണ്ടാവും, മെലാസ്മ സ്റ്റാർട്ട് ചെയ്യും, അതായത് നമ്മുടെ സ്കിന്നിന്റെ കളർ കുറയും, സാഗിങ് വരും, ചുളിവുകൾ വരും, ആ ഒരു ഗ്ലോ നഷ്ടപ്പെടും, ഒക്കെ കംപ്ലീറ്റ് ലോസ് ആവും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗ്ലൂട്ടാതയോൺ നോർമലായിട്ട് സ്കിന്നിൽ നിന്ന് മങ്ങി വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആ ഒരു ബോഡിയിൽ പ്രൊഡക്ഷൻ കുറയുമ്പോൾ. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഇപ്പോൾ ഒരുപാട് ഇഞ്ചെക്ഷൻസും ടാബ്ലറ്റും ഗ്ലൂട്ടാതയോൺ തന്നെ ഒരുപാട് ടാബ്ലറ്റ്സ്, ഞാനിവിടെ ബ്രാൻഡൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, ഒരുപാട് പ്രോഡക്ട്സും കാര്യങ്ങളും ക്രീമും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റ്നസ് വരാനായിട്ട് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാമോ, ഒരുപാട് കമന്റ്സ് ആണ് എനിക്ക് വരുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന 100% ഹോം മെയ്ഡ് നാച്ചുറൽ ക്രീംസ്, ഓയിൽസ്, റെമഡീസ്, സ്കിൻ കെയർ വീഡിയോസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ്സ് എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ക്രീം സജസ്റ്റ് ചെയ്യുമോ. അതിപ്പോൾ ചോദിക്കുന്നതിലും തെറ്റില്ല കേട്ടോ, കാരണം മാർക്കറ്റിൽ ഒരുപാട് ക്രീംസ് അവൈലബിൾ ആണ്. പക്ഷേ ഞാനൊരു ക്രീം നിങ്ങളോട്ട് സജസ്റ്റ് ചെയ്യുമ്പോൾ അതെനിക്ക് കുറച്ച് ടെൻഷനാണ്. ഒരു ക്രീം ഞാൻ പുറത്തോട്ട് സജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കേട്ട് നിങ്ങളത് വാങ്ങുമ്പോൾ അത് എനിക്ക് ഉറപ്പുണ്ടാവണം അത്രയും നല്ലതാണ്, അല്ലെങ്കിൽ അത്രത്തോളം കെമിക്കൽസ് ഇല്ല എന്നുള്ളത്. അപ്പൊ ഇന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന, അത്രയും റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്തൊരു എന്തൊരു കമന്റിന് ഞാൻ തരുന്നൊരു റിപ്ലൈ ആണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഒരു ക്രീം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ റിസൾട്ട് ഉറപ്പായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ലൊരു ക്രീം യൂസ് ചെയ്താൽ നല്ല ഇൻസ്റ്റന്റ് റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുക. പക്ഷേ അതിൻ്റെ ഒരു ആഫ്റ്റർ കെയറും ബിഫോർ കെയറും ഒക്കെ നമ്മൾ സ്കിന്നിന് കൊടുക്കണം. അത് ഇതെന്നല്ല, ഏതൊരു ക്രീം ആണെങ്കിലും. അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ പോവാം. അപ്പൊ വീഡിയോയിലൂടെ പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കാണാം, അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലൂടെ പോവാം. അപ്പൊ ഇന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഗ്ലൂട്ടാതയോൺ ബ്രൈറ്റനിങ്, സ്കിൻ ബ്രൈറ്റനിങ് ക്രീമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരു ക്രീമിൽ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം. ഇതിപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണ്. ഇത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ട്, കാരണം ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യുന്ന ഫേസ് പാക്ക് ഒക്കെ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫുൾ നാച്ചുറൽ ആണ്. അതൊരിക്കലും ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് എന്ന് വിചാരിക്കരുത്. അത് ഗ്രാജുവലി ബ്രൈറ്റ്നസ് ആവുന്നതാണ്. പക്ഷെ അത് നമുക്ക് അങ്ങനെ നിൽക്കും കുറേ നാൾ. ഒരു നമ്മുടെ മുഖത്ത് ഒരു ഹാംഫുള്ളും അല്ലാതെ നല്ല രീതിക്ക് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്രീംസ് അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആണ് നമ്മൾ കൂടുതലും ചെയ്തിട്ടുള്ളത്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണ്. ക്രീംസ് ആയിക്കോട്ടെ, സൺസ്ക്രീൻ ആയിക്കോട്ടെ, എല്ലാം അങ്ങനെ യൂസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. എനിക്ക് അപ്പോൾ റാഷ് വരും, റെഡിഷ്നെസ് വരും, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്കിന്നാണ് എൻ്റെത്. ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് സജസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും ഉറപ്പുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കമൻസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഈസി വേ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുറത്തുള്ളവർക്കൊക്കെ ഇതുപോലെ ഹോം മെയ്ഡ് അല്ലെങ്കിൽ ഹോം റെമഡീസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് നാൾ ഒരു പെട്ടെന്നൊരു സ്കിൻ ബ്രൈറ്റനിങ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ യൂസ് ചെയ്യാനായിട്ട് ഞാനൊരു ക്രീം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാണ്. ഇതാണ് ഗ്ലൂട്ടാതയോൺ ക്രീം. ഇതിൽ നിങ്ങൾക്ക് ആ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കാൻ പറയും. അത്രയും നല്ല ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റാണ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ള 2% ഗ്ലൂട്ടാതയോൺ തന്നെ ഡയറക്റ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കത് അതിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റ്നസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ക്രീം യൂസ് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ രാത്രി ഞാൻ പറയുന്നത് വെച്ചാൽ രാത്രി കിടക്കുന്നതിന് മുന്നേ യൂസ് ചെയ്യുക. അതുപോലെ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഇതൊന്ന് യൂസ് ചെയ്യാം. യൂസ് ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം രാവിലെ ആണെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളയുക. ഇനി രാത്രി ആണെങ്കിൽ അത് നിങ്ങൾ ഇട്ട് കിടന്നോളൂ. ഇനി ഇട്ട് കിടന്ന് നമ്മൾ കഴുകുന്ന സമയത്ത് ഒരിക്കലും ഹാംഫുൾ ആയ സോപ്പ് യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യരുത്. എൻ്റെ ഒരു സജഷനാണ്, ബേബി സോപ്പോ അല്ലെങ്കിൽ ആയുർവേദിക് സോപ്പുകൾ ഉണ്ടാവുമല്ലോ, അത് ജസ്റ്റ് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യരുത്. എപ്പോഴും സോപ്പ് യൂസ് ചെയ്താൽ ജസ്റ്റ് കയ്യിലൊന്നിങ്ങനെ പതപ്പിച്ചതിന് ശേഷം ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം നിങ്ങൾ പുറത്തോട്ട് പോകുന്നതിന് മുന്നേ ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇടുക. അതിനുശേഷം മസ്റ്റായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ പുറത്തോട്ട് പോവുക. ഫസ്റ്റ് വീക്ക് നിങ്ങൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ 2 നേരം യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേക്കും 2 എന്നുള്ളത് രാത്രി മാത്രം ഉപയോഗിക്കുക. തേർഡ് വീക്ക് ആകുമ്പോൾ 1 ഡേ ഗ്യാപ്പിൽ യൂസ് ചെയ്യുക.
4th വീക്ക് ആകുമ്പോൾ വീക്കിലി വൺസ് മാത്രം യൂസ് ചെയ്യുക. ഇതിലെന്ന് പറഞ്ഞാൽ മെർക്കുറി ഇല്ല, അതുപോലെ തന്നെ ഹൈഡ്രോക്വിനോൺ ഇല്ല. ഈ സാധാരണ വരുന്ന ഈ വൈറ്റനിങ് ക്രീമിലൊക്കെ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റ്നസ് വരാനായിട്ട് യൂസ് ചെയ്യുന്ന 2 ഐറ്റംസ് ആണ് ഈ മെർക്കുറിയും ഹൈഡ്രോക്വിനോനും. അതാകുമ്പോഴത്തേക്ക് ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ അത്രയും നമുക്ക് ചേഞ്ച് വരും. ഇതിൽ അതില്ല കേട്ടോ. കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പുറത്തുള്ള ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരു സ്പെഷ്യൽ നാച്ചുറൽ ടേക്ക് കെയർ നമ്മൾ കൊടുക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ ആ സ്റ്റെപ്സ് പറഞ്ഞത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നതിന്റെ ഇടയ്ക്ക്, അതായത് ലാസ്റ്റ് നമ്മൾ 1 ഡേ ഗ്യാപ്പിൽ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ കറക്റ്റായിട്ട് അലോവേര ജെല്ലും അതുപോലെ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റും മിക്സ് ചെയ്ത് മുഖത്ത് നല്ല പോലെ നാച്ചുറൽ ആയിട്ടുള്ളത് ഒരു പാക്കായിട്ടോ ഒരു ക്രീമായിട്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിടാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ സ്കിൻ ബാരിയർ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു അടിപൊളി കാര്യങ്ങളാണ്. ഹെൽത്തി ആയിരിക്കും. അപ്പോൾ സ്കിൻ ഈ ഒരു ക്രീം യൂസ് ചെയ്തു, ഇതെന്നല്ല ഏത് ക്രീം യൂസ് ചെയ്താലും അങ്ങനെ ഡാമേജ് വരാതിരിക്കാൻ നമ്മൾ ഇതും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. പിന്നെ ഏതൊരു ക്രീം യൂസ് ചെയ്യുമ്പോഴും ഇൻസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്ത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുത്. ഗ്രാജുവലി മാത്രം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യുക, നല്ല റിസൾട്ട് കിട്ടും. അപ്പം എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. കാരണം ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്നതിൽ എനിക്ക് യൂസ് ചെയ്തിട്ട് വലിയ ദോഷമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്കൊരു പെട്ടെന്നൊരു ഫംഗ്ഷന് പോകാനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആവശ്യമുണ്ട്, ഞാൻ വീട്ടിൽ നിൽക്കാത്ത സമയം എനിക്ക് നോർമൽ നാച്ചുറൽ റെമഡീസ് ചെയ്യാൻ പറ്റാത്ത സമയമൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. നല്ല പ്രോഡക്റ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കൂടുതലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. Assalamu alaikum.